വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുള്ള ഷെഡ്യൂൾസ്, അതോടൊപ്പം തന്നെ അതിൻ്റെ പാർട്സ്, ഏതെല്ലാം വേരിയസ് സോഴ്സസിൽ നിന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന സോഴ്സസ് ഏതൊക്കെയാണ്, പ്ലസ് മിനിസ്റ്റേഴ്സും അതിൻ്റെ കോമ്പോസിഷനും. ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ആസ് യൂഷ്വൽ നമുക്ക് ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഏതാണ് സ്റ്റാറ്റിക് ഷെഡ്യൂൾ ഏരിയാസിൽ നിന്ന് ചോദിച്ചിരുന്നത്. ഫസ്റ്റ് വൺ, the provision of 5th and 6th schedule of the constitution is relating to, or the provisions of 5th and 6th schedule in the constitution of India are made in order to, നാല് ഓപ്ഷൻസ് ആണ്. ഇൻട്രസ്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ് ഉണ്ട്, ഡിറ്റർമിനിങ് ബൗണ്ടറീസ് ഓഫ് സ്റ്റേറ്റ് ഉണ്ട്, അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഓഫ് പഞ്ചായത്ത് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓഫ് സെക്ഷൻ ഓഫ് ഓൾ ബോർഡർ സ്റ്റേറ്റ്സ്. ഏതാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. The Parliament of India can place a particular law in 9th schedule of the constitution. നമ്മൾ 9th schedule ഒന്ന് നോക്കും. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് the validity of law placed in 9th schedule cannot be examined by any courts and no judgment can be made on it. ഇതിൽ രണ്ടിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ഓർ ഇൻകറക്റ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ, 9th ഷെഡ്യൂള് ആരുടെ പ്രൈം മിനിസ്റ്റർഷിപ്പിന്റെ ടൈമിലാണ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഏത് അമെന്റ്മെന്റ് വഴിയാണ്, ആ അമെന്റ്മെന്റിന്റെ പീരീഡ് ഏകദേശം ഏത് പ്രൈം മിനിസ്റ്റീരിയൽ പൊസിഷനാണ്, വ്യക്തിയാണ് അത് ഹോൾഡ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് under the schedule, which schedule of the Indian constitution can transfer of tribal land to private parties for mining be declared null and void? ഏത് ഷെഡ്യൂൾ ആണെന്നാണ് അഗെയിൻ ക്വസ്റ്റ്യൻ വന്നത്. ഇനി ഇതേ ക്വസ്റ്റ്യനെ തന്നെ ഒന്നുകൂടി ട്യൂക്ക് ചെയ്തേക്കാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. In which of the following particular areas brought under the 5th schedule of the constitution of India, which of the following statement best reflect the consequence of it? നേരത്തെ ആൻസർ 5th ഷെഡ്യൂൾ എന്നുള്ളതാണ്. അപ്പൊ അഗെയിൻ 5th ഷെഡ്യൂളിനെ കുറിച്ചാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിരുന്നത് 3 സ്റ്റേറ്റ്മെന്റുകൾ. The power of municipalities are given in part 9A of the constitution. Emergency provisions are given in part 18 of the constitution. Again, the provision relating to amendment of the constitution are given in part 20 of the constitution. Which of the following statement are correct എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇത്തരത്തില് മൾട്ടിപ്പിൾ ടൈംസ് UPSC ഷെഡ്യൂളുകളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷെഡ്യൂളുകളും അതിന്റെ പാർട്സും ബോറോയിങ്സും ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ബോറോയിങ്സ് നിന്ന് ഡയറക്റ്റ്ലി ഒരു ക്വസ്റ്റ്യൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ ചോദിക്കാൻ ഈസിലി ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ അത് പ്രിപ്പയർ ചെയ്യുന്നത് വളരെ റിവാർഡിങ് ആയിരിക്കും. ഇനി നമുക്ക് ഷെഡ്യൂളുകളിലേക്ക് പോവാം. കോൺസ്റ്റിറ്റ്യൂഷന് ഉള്ള ഷെഡ്യൂളുകൾ ഓരോ ഷെഡ്യൂളിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഉദാഹരണം നമുക്ക് ഫസ്റ്റ് ഷെഡ്യൂൾ വെച്ച് തന്നെ തുടങ്ങാം. ഫസ്റ്റ് ഷെഡ്യൂൾ പറയുന്നത് നെയിംസ് ആണ്. എന്തിന്റെ നെയിംസ് ആണ്? നെയിം ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ദർ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ, നെയിം ഓഫ് യൂണിയൻ ടെറിട്ടറി ആൻഡ് ദർ എക്സ്റ്റെന്റ്. നമ്മുടെ സ്റ്റേറ്റുകളുടെ നെയിമുകളും യൂണിയൻ ടെറിട്ടറികളുടെ നെയിമുകളും അതിന്റെ എക്സ്റ്റെന്റും ടെറിട്ടോറിയൽ എക്സ്റ്റെന്റും എത്രത്തോളമാണ് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഷെഡ്യൂളിൽ പറയുന്നത്. സെക്കൻഡ് ഷെഡ്യൂളിലേക്ക് വരുമ്പോൾ അവിടെ വരുന്നത് എമോൾമെന്റ്സ്, അലവൻസസ് ആൻഡ് പ്രിവിലേജ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു ലിസ്റ്റ് ഓഫ് ആളുകളുടെ എമോളിമെന്റ്സും അലവൻസസും പ്രിവിലേജസുമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ആരുടെ എല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രസിഡന്റ്, ഗവർണർ, സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ, ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ. ഇനി ഇതേ ഓർഡറിൽ തന്നെ നമ്മൾ സ്റ്റേറ്റ് ലെവലിലേക്ക് വരാണെങ്കിൽ ദ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദ സ്റ്റേറ്റ്, ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, പിന്നെ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്, ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഇത്രയും ആളുകളുടെ എമോളിമെന്റ്സും അലവൻസസും പ്രിവിലേജസുമാണ് സെക്കൻഡ് ഷെഡ്യൂളിനകത്ത് വരുന്നത്. നമുക്ക് ഒന്നില്ലെങ്കിൽ സെൻട്രലിൽ എടുക്കാം, സ്റ്റേറ്റിന് എടുക്കാം. സെൻട്രൽ എടുക്കുകയാണെങ്കിൽ ആരൊക്കെയാണ്? പ്രസിഡന്റ് ഉണ്ട്, ലോകസഭയുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഉണ്ട്, രാജ്യസഭയുടെ ചെയർമാനും വൈസ് ചെയർപേഴ്സണും ഉണ്ട്. ഇത്രയാണ് നമ്മുടെ സെൻട്രൽ ലെവലിൽ വരുന്നത്. സ്റ്റേറ്റ് ലെവലിലേക്ക് നോക്കുകയാണെങ്കിലോ ഗവർണർ ഉണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഉണ്ട്, ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും ലെജിസ്ലേറ്റീവ് കൗൺസിലുണ്ട്. ഇനി സെൻട്രൽ ലെവലാണെങ്കിൽ സുപ്രീം കോർട്ടിന്റെ ജഡ്ജസ് ഉണ്ട്, സ്റ്റേറ്റ് ലെവലാണെങ്കിൽ ജഡ്ജസ് ഓഫ് ദ ഹൈക്കോർട്ട്. ഇനി രണ്ടിനും കോമൺ ആയിട്ട് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇത്രയും ആളുകളുടെ എമോളിമെന്റ്സും അലവൻസും പ്രിവിലേജസുമാണ് എന്ത് സെക്കൻഡ് ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി തേർഡ് ഷെഡ്യൂളിലേക്ക് വരുമ്പോൾ അവിടെ വരുന്നത് ഓത്ത് ആൻഡ് അഫർമേഷൻ ആണ്. ഇവിടെയും ആരുടെ എല്ലാം ഓത്താണ് അവിടെ പറയുന്നതെന്ന് നമുക്ക് നോക്കണം. യൂണിയൻ മിനിസ്റ്റർ, കാൻഡിഡേറ്റ് ഫോർ ദ election to the parliament, member of parliament, judges of the Supreme Court, controller and auditor general of India, state minister, candidate to the election of the state legislature, member of the state legislature, judges of the high court. ഒരു പക്ഷേ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ സെക്കൻഡ് ഷെഡ്യൂളിലും തേർഡ് ഷെഡ്യൂളിലും കോമൺ ആയിട്ടുള്ളത് ആരാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ഷെഡ്യൂളിലും ഉള്ളതും തേർഡ് ഷെഡ്യൂളിൽ ഇല്ലാത്തത് ആരാണ്? ഇത്തരത്തിൽ വേണമെങ്കിൽ ഈസിലി കൺഫ്യൂസ് ചെയ്യാവുന്ന ഒരു ചോദ്യം ഉണ്ടാകാം. അപ്പൊ തേർഡ് ഷെഡ്യൂളിൽ ആരൊക്കെയാണ് ഉള്ളത്? ഓത്ത് ആൻഡ് അഫർമേഷന്റെ കയ്യിൽ യൂണിയൻ മിനിസ്റ്റർ ഉണ്ടാവും,
കാൻഡിഡേറ്റ് ടു ഇലക്ഷൻ ഓഫ് ദ പാർലമെന്റ് ഉണ്ടാവും, മെമ്പർ ഓഫ് പാർലമെന്റ് ഉണ്ടാവും, ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ഉണ്ടാവും. സെൻട്രൽ ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ സ്റ്റേറ്റ് ലെവലിലേക്ക് വേണമെങ്കിലോ സ്റ്റേറ്റ് മിനിസ്റ്റർ ഉണ്ടാവും, കാൻഡിഡേറ്റ് ടു ദ ഇലക്ഷൻ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഉണ്ടാവും, അതോടൊപ്പം തന്നെ മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഉണ്ടാവും, ജഡ്ജ് ഓഫ് ദ ഹൈക്കോർട്ട് ഉണ്ടാവും. രണ്ടിനും കോമൺ ആയിട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇത്തരത്തിലാണ് സെക്കൻഡ് ഷെഡ്യൂളിലെയും തേർഡ് ഷെഡ്യൂളിലെയും. സെക്കൻഡ് ഷെഡ്യൂളിൽ ഉണ്ടായിരുന്നത് എമോളിമെന്റ്സ് അലവൻസസ് ആണെങ്കിൽ തേർഡ് ഷെഡ്യൂളിൽ വരുമ്പോൾ അത് ഓത്ത് ആൻഡ് അഫർമേഷൻ ആയിട്ട് മാറും. ഇനി ഫോർത്ത് ഷെഡ്യൂളിൽ എന്താണ് പറയുന്നത്? അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ഇൻ രാജ്യസഭ. സ്റ്റേറ്റ്സിന്റെയും യൂണിയൻ ടെറിട്ടറികളിലെയും ഓരോ സ്റ്റേറ്റിനും യൂണിയൻ ടെറിട്ടറിക്കും രാജ്യസഭയിൽ അലോക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സീറ്റുകൾ, അതിന്റെ ഡീറ്റെയിൽസ് ആണ് എന്ത് നമ്മുടെ ഫോർത്ത് ഷെഡ്യൂളിൽ പറയുന്നത്. ഫിഫ്ത്ത് ഷെഡ്യൂളിലാണെങ്കിലോ scheduled areas and scheduled tribe, controlling areas of scheduled areas and scheduled tribe, provisions relating to the administration and control. ഇതാണ് പലപ്പോഴും UPSC വീണ്ടും ചോദിക്കുന്നത്. ഫിഫ്ത്ത് ഷെഡ്യൂൾ റിലേറ്റിംഗ് ടു അല്ലെങ്കിൽ ഒരു ഏരിയ ഫിഫ്ത്ത് ഷെഡ്യൂളിലേക്ക് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇത്തരത്തിലുള്ള ഈ ഫിഫ്ത്ത് ഷെഡ്യൂൾ മൾട്ടിപ്പിൾ ടൈംസ് UPSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഫിഫ്ത്ത് ഷെഡ്യൂൾ എന്താണ്? ഇറ്റ്സ് എ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്, ഫിഫ്ത്ത് ഷെഡ്യൂൾ. ഇനി സിക്സ്ത് ഷെഡ്യൂൾ ആണെങ്കിലോ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയ. ഫിഫ്ത്ത് ഷെഡ്യൂളിൽ പറയാത്ത ചില സ്പെസിഫിക് ഏരിയ ഏതൊക്കെയാ? ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം. ATM², നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആസാം, ത്രിപുര, മേഘാലയ ആൻഡ് മിസോറാം. ഈ 4 സ്റ്റേറ്റുകളുടെ പ്രൊവിഷൻ, ട്രൈബൽ ഏരിയാസിനെ ഗവേൺ ചെയ്യാനുള്ള പ്രൊവിഷൻ ആണ് എന്ത്? സിക്സ്ത് ഷെഡ്യൂൾ വരെ. സെവൻത് ഷെഡ്യൂൾ എന്താണ്? നമ്മുടെ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും അതോടൊപ്പം തന്നെ കൺകറന്റ് ലിസ്റ്റും. ലോ മേക്കിംഗ് പ്രൊസീജിയർ എങ്ങനെയാണ് പ്രോപ്പർലി 3 ലിസ്റ്റുകളാക്കിയിരിക്കുന്നത്, അതിൽ ഏതെല്ലാമാണ് ഇൻക്ലൂഡഡ്, അതിലെ ലോ മേക്കിംഗ് പവർ എങ്ങനെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് യൂണിയൻ ലിസ്റ്റ് എടുക്കുകയാണെങ്കിലോ, ലിസ്റ്റ് 1 എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റ് ആണ്, ലിസ്റ്റ് 2 സ്റ്റേറ്റ് ലിസ്റ്റ്, ലിസ്റ്റ് 3 കൺകറന്റ് ലിസ്റ്റ്. പ്രസന്റ്ലി യൂണിയൻ ലിസ്റ്റിലെ 98 സബ്ജക്ട്സ് ഉണ്ട്, ഒറിജിനലി അത് 97 ആയിരുന്നു. സ്റ്റേറ്റ് ലിസ്റ്റിലോ 59 സബ്ജക്ട്സ് ഉണ്ട്, ഒറിജിനലി അത് 66 ആയിരുന്നു. കൺകറന്റ് ലിസ്റ്റിൽ അറ്റ് പ്രസന്റ്ലി 52 സബ്ജക്ട്സ് ഉണ്ട്, ഒറിജിനലി അത് 47 ആണ്. യൂണിയൻ ലിസ്റ്റ് ആർക്കാണ്? യൂണിയൻ ഗവൺമെന്റിന് മാത്രം. സ്റ്റേറ്റ് ലിസ്റ്റ് നോർമൽ സർക്കംസ്റ്റാൻസസിൽ സ്റ്റേറ്റിന് മാത്രമാണ്, പക്ഷെ ചില എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസിൽ യൂണിയൻ ഗവൺമെന്റിനും സ്റ്റേറ്റ് ലിസ്റ്റിൽ ലോ ഉണ്ടാക്കാനായിട്ട് പറ്റും. കൺകറന്റ് ലിസ്റ്റിലോ 2 പേർക്ക് ലോ മേക്കിംഗ് പവർ ഉണ്ട്, പക്ഷെ 2 പേരും ഒരേ സബ്ജക്ട് മാറ്റർ ലോ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ യൂണിയൻ ഗവൺമെന്റിലെ ലോ ആണ് അവിടെ നിൽക്കുക. ഓക്കെ. ഇനി എയ്ത്ത് ഷെഡ്യൂൾ നമ്മുടെ ലാംഗ്വേജസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ്. ഇപ്പൊ UPSCയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് എയ്ത്ത് ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും ഈ എക്സാം മെയിൻസ് എഴുതാനായിട്ട് സാധിക്കുന്നു. ഏതെല്ലാമാണ്? ഒറിജിനലി 14 ലാംഗ്വേജസ് ആണ് ഉണ്ടായത്. അറ്റ് പ്രസന്റ്ലി 22 ലാംഗ്വേജസ് ആണ് അതിൻ്റെ അകത്തുള്ളത്. ആസാമീസ്, ബംഗാളി, ബോഡോ, ഡോഗ്രി, ഗുജറാത്ത്, ഹിന്ദി, കന്നഡ, കാശ്മീരി, കൊങ്കണി, അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട്. നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് റീസെന്റ് അമെന്റ്മെന്റുകൾ വഴി ഇതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടത് ഏതെല്ലാമാണ്. ഉദാഹരണത്തിന് ഒറിയനെ നമ്മൾ റീനെയിം ചെയ്തു, ഒഡിയ എന്നാക്കിയിട്ട് 96th അമെന്റ്മെന്റ് വഴി, അത് ഈ ഷെഡ്യൂളില്. പിന്നെ ബോഡോ, ഡോങ്രി, മൈഥിലി, സന്താലി, ഇതും 92nd അമെന്റ്മെന്റ് വഴിയാണ് 2003 8th ഷെഡ്യൂളിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത്. ഈ 2 പോയിന്റ്സ് 8th ഷെഡ്യൂളിൽ ശ്രദ്ധിക്കുക. റീസെന്റ് അമെന്റ്മെന്റ്സ് ആണ്. ഒന്ന് 92nd അമെന്റ്മെന്റ്, അതർ വൺ ഈസ് 96th അമെന്റ്മെന്റ്. ഓക്കെ, 8th ഷെഡ്യൂൾ. ഇനി 9th ഷെഡ്യൂൾ ബേസിക്കലി കുറച്ച് ആക്ട്സ് ആൻഡ് റെഗുലേഷൻസ് ഇട്ട് വെക്കാനുള്ള സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ ഒറിജിനലി ഒരു 13 ആയിരുന്നു, ഇപ്പൊ 282 ഉണ്ട്. സ്പെസിഫിക്കലി അത് ലാൻഡ് റിഫോം ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത്. ലാൻഡ് റിഫോമിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ ആണെങ്കിൽ മിക്കവാറും അത് 9th ഷെഡ്യൂളിലേക്ക് ആഡ് ചെയ്യാനാണ്. അല്ലെങ്കിൽ സമന്താരി സിസ്റ്റം അബോളിഷ് ചെയ്യുന്നോ, ഇതെല്ലാം ഇത്തരത്തില് പാർലമെന്റ് അതർ മാറ്റേഴ്സും എല്ലാം ഈ 9th ഷെഡ്യൂളിലേക്കാണ് ഇടുക. ഒറിജിനലി ഇത് ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് നമ്മുടെ റിഫോമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മിക്കവാറും കോടതിയിലേക്ക് കൺസിഡറേഷൻ പോവുകയും വലിയൊരു ലീഗൽ ബാറ്റിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ആ ലീഗൽ ബാറ്റിലുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ലോകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 9th ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് അമെന്റ്മെന്റ് 1951 ഫസ്റ്റ് അമെന്റ്മെന്റ്. അപ്പൊ നേരത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ജവഹർലാൽ നെഹ്റുവിന്റെ പ്രൈം മിനിസ്റ്റീരിയൽഷിപ്പിന്റെ അടിയിലാണ് ഫസ്റ്റ് അമെന്റ്മെന്റ് നടക്കുന്നത് 1951. നമ്മൾ 9th ഷെഡ്യൂൾ ഉണ്ടാക്കുകയാണ്. 9th ഷെഡ്യൂളിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ള ലോകളെ നമ്മൾ 9th ഷെഡ്യൂളിലേക്ക് ഇടുമ്പോൾ അതിന് ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുമായിരുന്നു. അറ്റ് പ്രസന്റ്ലി അതില്ല. ഇപ്പോൾ 9th ഷെഡ്യൂളിൽ ഒരു നിയമം ഇട്ടാൽ പോലും അത് ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാനായിട്ട് കഴിയും. എന്ന് മുതലാണ്? April 24, 1973 ശേഷം ഏത് നിയമവും 9th ഷെഡ്യൂളിലേക്ക് ആഡ് ചെയ്യപ്പെട്ടാൽ ആ നിയമങ്ങളെല്ലാം നമുക്ക് ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് ഈ April 24, 1973 പ്രത്യേകത? കേശവാനന്ദ ഭാരതി കേസ് ജഡ്ജ്മെന്റ്. ആ ജഡ്ജ്മെന്റിന് ശേഷം
ഏതെങ്കിലും ഒരു നിയമം 9th ഷെഡ്യൂളിലേക്ക് ആഡ് ചെയ്യപ്പെട്ടാൽ അത്തരത്തിലുള്ള നിയമങ്ങളെ ജുഡീഷ്യലി റിവ്യൂ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇതാണ് 9th ഷെഡ്യൂൾ. ഇനി 10th ഷെഡ്യൂൾ എന്താണ്? ഡിഫെക്ഷൻ, ആന്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധന നിയമം. ഇതെന്താണ്? 52nd അമെന്റ്മെന്റ് വഴിയാണ് നമ്മൾ കൊണ്ടുവന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സെലക്ടഡ് പാർട്ടിയിൽ നിന്ന് ജയിച്ച ശേഷം അദ്ദേഹം ജയിച്ചതിന് ശേഷം പാർട്ടി മാറുകയോ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ജോയിൻ ചെയ്യുകയോ നോമിനേറ്റഡ് ആയിട്ടുള്ള മെമ്പർ 6 മാസത്തിന് ശേഷം ജോയിൻ ചെയ്യുകയോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കണ്ടീഷൻ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫെക്ഷനിലേക്ക് പോകും. ഈ ഡിഫെക്ഷൻ റിലേറ്റ് ചെയ്യുന്ന ലോസ് 10th ഷെഡ്യൂളിലാണ് വരുന്നത്. ഇനി 11th and 12th ഷെഡ്യൂൾ, ഇത് നമ്മുടെ 3rd ടയർ സിസ്റ്റം, നമ്മുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റം ആൻഡ് മുനിസിപ്പൽ രാജ് സിസ്റ്റം, 73rd and 74th അമെന്റ്മെന്റ്. ഇതാണ് 11th and 12th ഷെഡ്യൂൾ. അപ്പൊ 11th ഷെഡ്യൂൾ എങ്ങനെയാണ്? 73rd അമെന്റ്മെന്റ് ഓഫ് 1992, 29 മാറ്റേഴ്സ് ആണ് അതിൻ്റെ അകത്തുള്ളത്. 12th ഷെഡ്യൂൾ എന്താണ്? 74th അമെന്റ്മെന്റ് ആക്ട് ആണ്. ഇത്തരത്തില് 11th and 12th ഷെഡ്യൂൾ ഒരെണ്ണം പഞ്ചായത്തിന് റിലേറ്റ് ചെയ്യുന്നത് 12th ഷെഡ്യൂൾ 74th അമെന്റ്മെന്റ് വഴി മുനിസിപ്പാലിറ്റിനെ റിലേറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള 12 ഷെഡ്യൂൾ. ഇത് ചിലപ്പോൾ ഓർത്ത് വെക്കാനായിട്ട് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. TEARS ഓഫ് ദ ഓൾഡ് PM, TEARS ഓഫ് ഓൾഡ് PM. എന്താണ് T? ടെറിട്ടറി ഓഫ് ഇന്ത്യ, E എമോളിമെന്റ്സ്, A affirmation and oath, R രാജ്യസഭ, S scheduled areas, O other scheduled areas, F federal structure, O official languages, L land reform 9th schedule, 10 anti defection law 10th schedule, 11th P for panchayat and 12 M for municipality. അങ്ങനെ TEARS of the old PM ഇങ്ങനെ ഓർത്തു വെച്ചാലും മതി. നമ്മുടെ 12 ഷെഡ്യൂൾ, ടെറിട്ടറി, എമോളിമെന്റ്സ്, അഫർമേഷൻ ആൻഡ് ഓത്ത്, രാജ്യസഭ, ഷെഡ്യൂൾഡ് ഏരിയാസ്, അതർ ഷെഡ്യൂൾഡ് ഏരിയാസ്, ഫെഡറൽ സ്ട്രക്ചർ, ഒഫീഷ്യൽ ലാംഗ്വേജ്, ലാൻഡ് റിഫോം, ആന്റി ഡിഫെക്ഷൻ, മുനിസിപ്പാലിറ്റീസ് ആൻഡ് പഞ്ചായത്ത്. ഇത്തരത്തിലുള്ള 12 ഷെഡ്യൂളുകളാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഉള്ളത്. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിങ്ങിന്റെ ഹിസ്റ്ററിയിലേക്ക് നമുക്കൊന്ന് പോവാം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി മേക്കിങ്ങിന്റെ ടൈമിൽ നമ്മൾ ഒരുപാട് അതർ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ വേൾഡ് നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അതർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വേൾഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ബാക്കിയുള്ള ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻസും നമ്മൾ പഠിച്ചിട്ട് അതിൽ നിന്നെല്ലാം നമ്മൾ കുറച്ചധികം കാര്യങ്ങളെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഇന്ത്യനൈസ്ഡ് വെർഷൻ, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് ഇന്ത്യൻ ഗവർണൻസിന് സ്യൂട്ട് ആവുക, അത് ഇന്ത്യൻ ഗവർണൻസിന് സ്യൂട്ട് ആകുമെങ്കിൽ നമ്മൾ അത് എടുക്കുന്നു. ഇത്തരത്തിൽ മൾട്ടിപ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന് മുമ്പ് ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഗവർണൻസിൽ അവർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1990 ഇത്തരത്തില് മൾട്ടിപ്പിൾ ആക്ടുകൾ അവരും പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗവേണൻസിന് വേണ്ടിയിട്ട്. അപ്പൊ അത്തരത്തിലുള്ള ആക്ടുകളിൽ നിന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫൈനൽ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ബോറോയിങ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. ഓരോ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്താണ് ബോറോ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ഇതായിരുന്നു ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ മെജോറിറ്റി പോർഷൻസ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഉദാഹരണത്തിന് ഫെഡറൽ സ്കീം, ഓഫീസ് ഓഫ് ഗവർണർ, ജുഡീഷ്യറി, പബ്ലിക് സർവീസ് കമ്മീഷൻ, എമർജൻസി പ്രൊവിഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്, ഇതെല്ലാം എന്താണ് നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 നിന്ന് ഇൻസ്പയർ ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഇനി ബാക്കിയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണെങ്കിലോ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, ബ്രിട്ടീഷുകാരാണ് നമ്മൾ ഭരിച്ചിരുന്നത്. മിക്കവാറും ബ്രിട്ടീഷ് ഗവർണൻസിന്റെ സിസ്റ്റംസ് ആയിരുന്നു അന്ന് കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇന്ത്യയിൽ ഉടനീളം ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു ഇൻഡിപെൻഡന്റ് സോവറിൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആവുമ്പോൾ അതിന്റെ ഒരുപാട് എലമെന്റ്സ് ഈസിലി നമുക്ക് അഡാപ്റ്റബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കുറച്ചധികം കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് പാർലമെന്ററി ഗവൺമെന്റ്, റൂൾ ഓഫ് ദ ലോ, ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ക്യാബിനറ്റ് സിസ്റ്റം, പ്രിറോഗേറ്റീവ് റിറ്റ്സ്, പാർലമെന്ററി പ്രിവിലേജസ്, ബൈക്യാമറലിസം, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇൻസ്പിറേഷനിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. അടുത്തത് എന്താണ്? US കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഫണ്ടമെന്റൽ റൈറ്റുകൾ, കോൺസ്റ്റിറ്റ്യൂഷന്റെ US കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും ഉണ്ടായിരുന്ന ഒരു ഇതാണ് ജനങ്ങളുടെ റൈറ്റുകൾ. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടമെന്റൽ റൈറ്റുകൾ. ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ജുഡീഷ്യറിയുടെ പരമാധികാരം, അതോടൊപ്പം തന്നെ ജുഡീഷ്യറിക്ക് റിവ്യൂ ആണുള്ള അധികാരം, ജുഡീഷ്യൽ റിവ്യൂ, പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ്, പ്രസിഡന്റിനെ പുറത്താക്കുന്നതിന്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ അതിന്റെ പവർ, ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ്, റിമൂവൽ ഓഫ് ദ ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്, രണ്ടുപേരുടെ റിമൂവൽ, ആൻഡ് ഓൾസോ ദ പോസ്റ്റ് ഓഫ് ദ വൈസ് പ്രസിഡന്റ്. ഇതെല്ലാമാണ് എന്ത് നമ്മൾ US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത്. അടുത്തത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. അവിടെ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് DPSP. അതോടൊപ്പം തന്നെ രാജ്യസഭയിലേക്ക് നോമിനേഷൻ ഓഫ് ദ മെമ്പേഴ്സ് ടു ദ രാജ്യസഭ, മെത്തേഡ് ഓഫ് എലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ്.
ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എന്ത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. മൂന്നെണ്ണമാണ് മെയിൻലി: DPSPs, നോമിനേഷൻ ഓഫ് ദ നോമിനേറ്റഡ് മെമ്പേഴ്സ് ടു ദ രാജ്യസഭ, മെത്തേഡ് ഓഫ് ദ ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുത്തതാണ് ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെന്റർ. കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സ്ട്രോങ് സെന്റർ ഉള്ള ഫെഡറേഷൻ ആണ്. ഇന്ത്യയിലും എങ്ങനെയാണ്, നമ്മുടെ ഒരു ഫെഡറേഷൻ ആണ്, എന്നാൽ സ്ട്രോങ് സെന്റർ ആണ്. ഇത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതോടൊപ്പം തന്നെ റെസിഡ്യൂറി പവർ സെന്ററിന്റെ കയ്യിലാണ് എന്ത് റെസിഡ്യൂറി പവർ ഇന്ത്യയിൽ ഇരിക്കുന്നത്. അതുപോലെ തന്നെ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിലും റെസിഡ്യൂറി പവർ ഇരിക്കുന്നത് സെന്ററിലെ കയ്യിലാണ്. അതർ വൺ ഈസ് അപ്പോയിന്റ്മെന്റ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ബൈ ദ സെന്റർ. നെക്സ്റ്റ് വൺ ഈസ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട്. നമ്മൾ പറഞ്ഞു പ്രസിഡന്റിന് വേണമെങ്കിൽ അഡ്വൈസ് ചോദിക്കാമെന്ന് സുപ്രീം കോടതിയിലേക്ക്. ഈ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്താണ്, നമ്മൾ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഈ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കൺകറന്റ് ലിസ്റ്റ്, freedom of trade, commerce and intercourse. Third one, joint sitting of the two houses of the parliament. ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ കടമെടുത്തിരിക്കുന്ന ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അടുത്ത ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എമർജൻസി പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ദ സസ്പെൻഷൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റിന്റെ സസ്പെൻഷൻ ഡ്യൂറിംഗ് എമർജൻസി പീരീഡ് ഈസ് ബോറോഡ് ഫ്രം ദ ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നൗ ദ അതർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് USSR or the later Russian constitution. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഐഡിയ ഓഫ് ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, നമ്മുടെ പ്രിയാമ്പിളിലെ ഐഡിയ ഓഫ് ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, ഇതും ബോറോ ചെയ്തിരിക്കുന്ന അവിടെ നിന്നാണ് നമ്മൾ റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫ്രഞ്ചിൽ നിന്ന് എന്താണ്, ഫ്രഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രഞ്ച് റെവല്യൂഷൻ, എക്സാക്ട്ലി ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. പ്രിയാമ്പിളിലെ ഈ മൂന്ന് ഐഡിയാസ്, റിപ്പബ്ലിക്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി, ഈ ഐഡിയാസ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്ന ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ പ്രൊസീജിയർ ഫോർ ദ അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് അമെൻഡ് ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ രാജ്യസഭയിലേക്കുള്ള എലക്ഷൻ, മെമ്പേഴ്സിന്റെ എലക്ഷൻ. അപ്പൊ രാജ്യസഭയിലേക്കുള്ള മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ എവിടെ നിന്നായിരുന്നു, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിലായിരുന്നു നോമിനേറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിനെ. പക്ഷെ ഇവിടെ എന്താണ്, എലക്ഷൻ ആണ്. നമ്മുടെ രാജ്യസഭയിലേക്കുള്ള മെമ്പേഴ്സിന്റെ എലക്ഷൻ പറയുന്നത് എവിടെയാണ്, സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ജപ്പാനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടമെടുത്തിരുന്നത്. അപ്പോൾ പലപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ആർഗ്യുമെന്റ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് കാര്യങ്ങളുടെ മിക്സ് ആണ്, അല്ലെങ്കിൽ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനുകളുടെ മിക്സ് ആണ്, നമ്മൾ കാര്യമായിട്ട് ഒന്നും എഴുതി ഉണ്ടാക്കിയില്ല, അല്ലെങ്കിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻസ് അല്ല, ഇത്തരത്തിലുള്ള ഒരു ആർഗ്യുമെന്റ് പലപ്പോഴും വരാറുണ്ട്. അതിന്റെ ഒരു ഈസി റിപ്ലൈ ആയിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കടമെടുത്തിരിക്കുന്നത് ദ ബെസ്റ്റ് ആണ്. അതായത് ഓരോ കോൺസ്റ്റിറ്റ്യൂഷനിലെയും എന്താണോ ബെസ്റ്റ് ആയിട്ടിരിക്കുന്നത് ആ ബെസ്റ്റ് മാത്രമേ നമ്മൾ എടുത്തോളൂ. അത് വെറുതെ എടുക്കുകയല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് അത് കീപ്പ് ചെയ്യുമ്പോൾ ഇന്ത്യനൈസ്ഡ് വെർഷൻ, അല്ലെങ്കിൽ ഇന്ത്യക്ക് എങ്ങനെയാണ് അത് പ്രോപ്പർലി സ്യൂട്ട് ആവുന്നത് ആ രീതിയിൽ മോഡിഫൈ ചെയ്ത ശേഷമാണ് നമ്മൾ അതിനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പാർട്ടാക്കിയിരിക്കുന്നത്. സോ ദിസ് കംപ്ലീറ്റ്സ് ദ പാർട്സ് ദ ഷെഡ്യൂൾസ് ആസ് വെൽ ആസ് ദ ബോറോയിങ്. അടുത്ത കോൺസ്റ്റിറ്റ്യൂഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് പാർട്സ്. നമ്മളിപ്പോൾ കണ്ടു ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമ്മൾ ആർട്ടിക്കിളുകളെ നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിളെ നമുക്ക് മൾട്ടിപ്പിൾ പാർട്സിലേക്ക് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് കഴിയും. അറൌണ്ട് 300+ ആർട്ടിക്കിൾ ഉണ്ട്. ആ 300+ ആർട്ടിക്കിളെ മൾട്ടിപ്പിൾ പാർട്സിലേക്ക് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം പാർട്ട് 1 ആണെങ്കിൽ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി, ആർട്ടിക്കിൾ 1 to 4. പാർട്ട് 2 ആണെങ്കിൽ എന്താണ്, സിറ്റിസൺഷിപ്പ് 5 to 11, ആർട്ടിക്കിൾ 5 to 11. തേർഡ് വൺ ഈസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ആർട്ടിക്കിൾ 12 to 35 ആണ്. Fourth one is directive principles of state policy, article 36 to 51. അടുത്തത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അവിടെ പാർട്ട് 4 കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 അല്ല, പാർട്ട് 4A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നമുക്കറിയാം എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വഴിയാണ് നമ്മൾ എന്ത് ആഡ് ചെയ്തത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തത്. അപ്പൊ ആർട്ടിക്കിൾ 51A. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പാർട്ട് 5, യൂണിയൻ ഗവൺമെന്റ് റിലേറ്റ് ചെയ്യുന്ന അറൌണ്ട് ആർട്ടിക്കിൾ 50 to 151, 100ഓളം ആർട്ടിക്കിളുകളെ യൂണിയൻ ഗവൺമെന്റിന്റെ അടിയിലാണ്. അതിൽ എന്തൊക്കെ വരും, എക്സിക്യൂട്ടീവ് വരും, പാർലമെന്റ് വരും, പ്രസിഡന്റിന്റെ ലെജിസ്ലേറ്റീവ് പവർ വരും, യൂണിയൻ ജുഡീഷ്യറി വരും, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വരും. അപ്പൊ പാർട്ട് 5 5 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ചാപ്റ്റർ 1 ഈസ് റിലേറ്റിംഗ് ടു ദ എക്സിക്യൂട്ടീവ്, ചാപ്റ്റർ 2 ഈസ് റിലേറ്റിംഗ് ടു ദ പാർലമെന്റ്, ചാപ്റ്റർ 3 ഈസ് റിലേറ്റിംഗ് ടു ദ ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് ദ പ്രസിഡന്റ്, ചാപ്റ്റർ 4 ഈസ് റിലേറ്റിംഗ് ടു ദ യൂണിയൻ ജുഡീഷ്യറി ആൻഡ് ചാപ്റ്റർ 5 ഈസ് റിലേറ്റിംഗ് ടു ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇനി പാർട്ട് 6 എന്താണ്, പാർട്ട് 5 യൂണിയൻ ഗവൺമെന്റ് ആണ്. പാർട്ട് 6 എന്താണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ആർട്ടിക്കിൾ 152 to 237 എന്തൊക്കെയാണ്, ജനറൽ, ദ എക്സിക്യൂട്ടീവ്, ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ലെജിസ്ലേറ്റീവ് പവർ ഓഫ് ദ ഗവർണർ, ഹൈക്കോർട്ട്, സബോർഡിനേറ്റ് കോർട്സ്. നമ്മൾ സെൻട്രൽ ലെവലിൽ കണ്ട അതേപോലെ തന്നെ ഇവിടെ 6 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ജനറൽ, ദ എക്സിക്യൂട്ടീവ്, ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് ദ
ഗവർണർ, ഹൈക്കോർട്ട് ആൻഡ് ദ സബോർഡിനേറ്റ് കോർട്ട്. ഇനി പാർട്ട് 7 എന്താണ്? സ്റ്റേറ്റ്സ് ഇൻ പാർട്ട് ബി ഓഫ് ദ ഫസ്റ്റ് ഷെഡ്യൂൾ. ഇത് ഡിലീറ്റഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളാണ്. ഏർലിയർ ടൈംസിൽ ഉണ്ടായെന്നാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് നമ്മളുടെ ഫസ്റ്റ് ഇലക്ഷൻ ടൈം പീരീഡിലെല്ലാം നമ്മൾ ഡിഫറെന്റ് പാർട്ട് എ പാർട്ട് ബി ആയിട്ട് സ്റ്റേറ്റുകളെ തിരിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു പാർട്ടാണ് ഇപ്പൊ അതിന് നിലവിലില്ല. ഇനി പാർട്ട് 8 എന്താണ് പറയുന്നത്? യൂണിയൻ ടെറിട്ടറീസ് ആണ്. യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ലോകളെയാണ്, അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്യപ്പെടുന്ന ആർട്ടിക്കിൾസ് ആണ് എന്ത് പാർട്ട് 8 വരുന്നത്. പാർട്ട് 9 എന്താണ്? പഞ്ചായത്താണ്. 73rd അമെന്റ്മെന്റ് വഴി വന്നതല്ലേ. പാർട്ട് 9A മുനിസിപ്പാലിറ്റി, 74th അമെന്റ്മെന്റ്. ഇനി പാർട്ട് 9B ഉണ്ട്, അതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത്തരത്തിലാണ് നമ്മുടെ പാർട്ട് 9 പഞ്ചായത്ത്, പാർട്ട് 9A മുനിസിപ്പാലിറ്റി, പാർട്ട് 9B കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി പാർട്ട് 10 പറയുന്നതോ ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസ് റിലേറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾസ് ആണ് പാർട്ട് 10ന്റെ അകത്ത് വരുന്നത്. ഇനി പാർട്ട് 11 യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻ. അതിൽ ലെജിസ്ലേറ്റീവ് റിലേഷൻ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ ഉണ്ട്. അപ്പൊ പാർട്ട് 11 ദ റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ആണ്. അതിൽ 2 ചാപ്റ്റേഴ്സ് ആണ്, ലെജിസ്ലേറ്റീവ് റിലേഷനും അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷനും. പാർട്ട് 12 ഫിനാൻസ്, പ്രോപ്പർട്ടി, കോൺട്രാക്ട്സ് ആൻഡ് സ്യൂട്ട്. ഫിനാൻസിങ്, ബോറോയിങ്, പ്രോപ്പർട്ടി, കോൺട്രാക്ട്, റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റി, ഒബ്ലിഗേഷൻ ആൻഡ് സ്യൂട്ട്സ്, റൈറ്റ് ടു പ്രോപ്പർട്ടി, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാമാണ് പാർട്ട് 12 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. പാർട്ട് 13 വരുന്നതോ ട്രേഡ്, കൊമേഴ്സ്, ഇന്റർകോഴ്സ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. പാർട്ട് 14 വരുന്നത് സർവീസ് അണ്ടർ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്, സർവീസും പബ്ലിക് സർവീസ് കമ്മീഷൻസും. ഇതാണ് എന്ത് പാർട്ട് 14 വരുന്നത്. പാർട്ട് 14A വരുന്നതാണ് ട്രൈബ്യൂണൽ. ആർട്ടിക്കിൾ 323A 323B എക്സ്ട്രാ അമെന്റ്മെന്റ് വഴി നമ്മൾ ട്രൈബ്യൂണൽസ് ആഡ് ചെയ്ത് പാർട്ട് 14A. പാർട്ട് 15 എലക്ഷൻസ് ആണ്. പാർട്ട് 15 ആർട്ടിക്കിൾ 324 to 329A എലക്ഷൻസ് റിലേറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾസ് ആണ് പാർട്ട് 15 അത് വരുന്നത്. പാർട്ട് 16 എന്ന് പറയുന്നത് സ്പെഷ്യൽ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു സർട്ടൈൻ ക്ലാസസ് ആണ്. പാർട്ട് 17 വരുന്നതോ ഒഫീഷ്യൽ ലാംഗ്വേജസ്, ആർട്ടിക്കിൾ 343 to 351 ലാംഗ്വേജ് ഓഫ് ദ യൂണിയൻ, റീജിയണൽ ലാംഗ്വേജസ്, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ലാംഗ്വേജസ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഡയറക്റ്റീവ്സ് എന്തെങ്കിലും ഉണ്ടോ, ഇതും വരുന്നത് പാർട്ട് 17 പാർട്ട് 18 ഇമ്പോർട്ടന്റ് ആണ്, എമർജൻസി പ്രൊവിഷൻ 350 to 360 നമുക്ക് അറിയാവുന്നതാണ്. ഇനി പാർട്ട് 19 കുറച്ച് മിസ്ലേനിയസ് പ്രൊവിഷൻ ആണ്. പാർട്ട് 20 അമെന്റ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പാർട്ട് 20 വരുന്നത് അമെന്റ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പാർട്ട് 21 വരുന്നത് ടെമ്പററി ട്രാൻസാക്ഷൻ ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻസ്. അതോടൊപ്പം തന്നെ പാർട്ട് 22 ഷോർട്ട് ടൈറ്റിൽസ്, കമൻസ്മെന്റ്, അതോറിറ്റേറ്റീവ് ടെക്സ്റ്റ് ഇൻ ഹിന്ദി ആൻഡ് റിപ്പിൽ. ഇത്തരത്തിലുള്ള പാർട്സ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്സ് മാത്രം എടുത്ത് പഠിക്കുക. ഉദാഹരണത്തിന് അമെന്റ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ എമർജൻസി പ്രൊവിഷൻ, അതോടൊപ്പം തന്നെ എലക്ഷൻസ്, മേ ബി ദ പഞ്ചായത്ത്, ദ മുനിസിപ്പാലിറ്റി, അതെല്ലാം നമ്മൾ അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് DPSP ഇത്തരത്തിലുള്ള എല്ലാം നമുക്ക് എന്തായാലും ഓർമ്മയുണ്ടാവും. അല്ലാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടുകൾ ഏതാണോ അതെടുത്ത് പഠിക്കുക. കാരണം 20 പാർട്ടും നമ്മൾ ചിലപ്പോൾ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ കിട്ടണമെന്നില്ല. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് മിസ്സാക്കാതെ പഠിക്കുക. ഇനി അടുത്ത ടോപ്പിക്കാണ് മിനിസ്റ്റേഴ്സ്. നമുക്കറിയാം യൂണിയൻ ഗവൺമെന്റിൽ മൾട്ടിപ്പിൾ മിനിസ്റ്റീരിയൽ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നവരുണ്ട്. എങ്ങനെയാണ് മിനിസ്റ്റേഴ്സ്, അവരുടെ പവേഴ്സ്, അവരുടെ അതോറിറ്റീസ്, അല്ലെങ്കിൽ അവരുടെ കോമ്പോസിഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 74 ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് മിനിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുന്നത്. ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദ പ്രസിഡന്റ്. ഇങ്ങനെയാണ് പറയുന്നത്, ദർ ഷാൽ ബി എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വിത്ത് ദ പ്രൈം മിനിസ്റ്റർ അറ്റ് ദ ഹെഡ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദ പ്രസിഡന്റ് who shall in exercise of his or her function act in accordance with such advice. However, the president may require the council of ministers to reconsider such advice, and the president shall act in accordance with the advice rendered after such reconsideration. യൂണിയൻ ലെവലിൽ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവും. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ഹെഡ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഇനി എന്താണ് ഇവരുടെ റോൾ അല്ലെങ്കിൽ ഇവരുടെ ഫംഗ്ഷൻ? ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രസിഡന്റിന് എയ്ഡും അഡ്വൈസും കൊടുക്കുക. പ്രസിഡന്റ് എന്താണ് ചെയ്യുന്നത്? ഇവർ പറയുന്ന എയ്ഡ് ആൻഡ് അഡ്വൈസിനനുസരിച്ച് ആക്ട് ചെയ്യുക. ഇനി അദ്ദേഹത്തിന് അത് കമ്പൽസറി ആക്ട് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. വേണമെങ്കിൽ അദ്ദേഹത്തിന് അവരോട് ആ ഒരു ഡിസിഷനോ ആ ഒരു ആക്ടോ ഒന്ന് റീകൺസിഡർ ചെയ്യാനായിട്ട് പറയാം. പക്ഷെ റീകൺസിഡർ ചെയ്ത ശേഷം അവർ അതേ കാര്യം തന്നെയാണ് പ്രസിഡന്റിനോട് പറയുന്നതെങ്കിൽ ദ പ്രസിഡന്റ് മസ്റ്റ് ആക്ട് ഇൻ അക്കോർഡൻസ്. ദ പ്രസിഡന്റ് ഷാൽ ഇൻ അക്കോർഡൻസ് വിത്ത് സച്ച് അഡ്വൈസ് റെൻഡർഡ് ഈവൻ ആഫ്റ്റർ റീകൺസിഡറേഷൻ. ഇനി ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു അഡ്വൈസ് പ്രസിഡന്റിലേക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് അഡ്വൈസ് ഷാൽ നോട്ട് ബി ഇൻക്വയർഡ് ഇൻ ടു എനി കോർട്ട്. അത്തരത്തിലുള്ള ഒരു അഡ്വൈസ് ഒരു കാരണവശാലും കോടതിയിലേക്ക് എൻക്വയറി ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ആർട്ടിക്കിൾ 75 എന്താണ് പറയുന്നത്?
Prime Minister shall be appointed by the President and other ministers. ബാക്കിയുള്ള മിനിസ്റ്റേഴ്സ് ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓൺ ദ അഡ്വൈസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. അപ്പൊ പ്രൈം മിനിസ്റ്റർ ആരെയാണോ പറയുന്നത് അവരെയാണ് പ്രസിഡന്റ് ആ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അകത്ത് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നോട്ട് എക്സീഡിങ് 15% ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ ലോക്സഭ. ലോക്സഭ 500 പേരാണെങ്കിൽ 500 പേരുടെ 15% ആയിരിക്കണം മാക്സിമം നമ്പർ ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ആൻഡ് ദിസ് പൊസിഷൻ വാസ് ആഡഡ് ബൈ ദ 91st അമെൻമെന്റ്. ഇനി ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ആന്റി ഡിഫെക്ഷൻ ലോ വഴി അദ്ദേഹം അൺക്വാളിഫൈഡ് അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആയി, എന്തിന് മെമ്പർ ഓഫ് ദ പാർലമെന്റ് ആവാനായിട്ട് അദ്ദേഹം ഡിസ്ക്വാളിഫൈഡ് ആയാൽ അദ്ദേഹം ഓട്ടോമാറ്റിക്കലി ഒരു മിനിസ്റ്റർ ആവാനും ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും. ആന്റി ഡിഫെക്ഷൻ ലോ വഴി ഒരു വ്യക്തി നമ്മുടെ പാർലമെന്റിന്റെ അകത്ത് മെമ്പർ ആയിരിക്കാൻ ഡിസ്ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ വ്യക്തി എന്തായിരിക്കും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഒരു വ്യക്തി ആവാനും ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും. ഇനി എത്ര കാലത്തേക്കാണ് ഒരു മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ ഓഫീസ് ഹോൾഡ് ചെയ്യുന്നത്? അറ്റ് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ്. 5 വർഷത്തേക്കല്ല. എ മിനിസ്റ്റർ ഹോൾഡ്സ് ദ ഓഫീസ് ടിൽ ദ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ്. അതായത് വേണമെങ്കിൽ പ്രൈം മിനിസ്റ്റർക്ക് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിട്ട് ഒരു മിനിസ്റ്ററിനെ ഏത് സമയത്ത് വേണമെങ്കിലും പുറത്താക്കാനായിട്ട് കഴിയും. ഇനി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ആയിരിക്കും ലോകസഭയിലേക്ക്. അതായത് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അകത്തെ ഏതെങ്കിലും ഒരു മിനിസ്റ്റർ, ഉദാഹരണത്തിന് പ്രൈം മിനിസ്റ്ററിനെതിരെ അവിശ്വാസ പ്രമേയം നോൺ കോൺഫിഡൻസ് മോഷൻ ഇത് പാസ്സായി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ദ എൻറ്റയർ ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഷുഡ് റിസൈൻ. അവർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ആയിരിക്കും ലോകസഭയ്ക്ക്. ഇനി ഓത്ത് ഓഫ് സീക്രസി എന്താണ് മിനിസ്റ്റേഴ്സിന് ഉണ്ട്? അവരുടെ ഓഫീസിലെ സീക്രസി അവർ പ്രൊട്ടക്ട് ചെയ്യും. അല്ലെങ്കിൽ ഓത്ത് ഓഫ് സീക്രസി പ്രസിഡന്റ് ആണ് അവർക്ക് എന്ത് ചെയ്യുന്നത്? അഡ്മിനിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു മിനിസ്റ്റർ 6 മാസത്തിൽ കൂടുതൽ ഒരു ഹൗസിന്റെയും മെമ്പർ അല്ലാതിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നീട് മിനിസ്റ്റർ ആയിട്ട് തുടരാൻ കഴിയില്ല. അതായത് വേണമെങ്കിൽ ഒരു ഇലക്ഷൻ ജയിക്കാത്ത ഒരു വ്യക്തിക്ക് മിനിസ്റ്റർ ആയിട്ടിരിക്കാനായിട്ട് പറ്റും. മിനിസ്റ്റീരിയൽ പൊസിഷൻ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. പ്രൈം മിനിസ്റ്റർ റെക്കമെൻഡ് ചെയ്തിട്ട് പ്രസിഡന്റ് അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്താൽ മതി. പക്ഷെ മാക്സിമം എത്ര നാളേക്ക് പറ്റും? 6 മാസത്തേക്കാണ് മാക്സിമം പറ്റുക. 6 മാസത്തിനുള്ളിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു ഹൗസിന്റെ ഒരു മെമ്പറായിട്ട് മാറിയണം. അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ പൊസിഷൻ പിന്നീട് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി സാലറീസും അലവൻസസും എങ്ങനെയാണ്? പാർലമെന്റ് ആണ് അവരെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇതാണ് ബേസിക്കലി മിനിസ്റ്റേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രൊവിഷൻ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു 60-70 മെമ്പേഴ്സ് ഉള്ള ഒരു ലാർജർ ഗ്രൂപ്പ് ആയിരിക്കും. പക്ഷെ മിക്കവാറും ടൈമില് ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത് ക്യാബിനറ്റ് ആയിരിക്കും. അപ്പൊ എന്താണ് ക്യാബിനറ്റും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്? അല്ലെങ്കിൽ നിങ്ങൾ ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് കേട്ടോ? ഈ ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അകത്തുണ്ടോ? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അകത്ത് മാത്രമാണോ അതോ ക്യാബിനറ്റിൽ റോൾ ഉണ്ടോ? ഇത് നമുക്കൊന്ന് നോക്കാം. സോ റഫലി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ക്യാബിനറ്റ് മിനിസ്റ്റർ, മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഡെപ്യൂട്ടി മിനിസ്റ്റർ. ഇത്തരത്തിൽ നമുക്ക് 3ആയിട്ട് ഇവിടെ തിരിക്കാം. ഇനി ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവരുടെ റാങ്കും എമോളിമെന്റ്സും ഇവരുടെ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസും ആയിരിക്കും. അപ്പൊ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ഇതിന്റെ ടോപ്പ് ലെവലിൽ ഉണ്ടാവുക, സുപ്രീം ഗവേണിംഗ് ആയിട്ട് കൺട്രി മൊത്തത്തിൽ. ഇനി ഫസ്റ്റ് വൺ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അകത്ത് വേണമെങ്കിൽ ഒരു ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും ഉണ്ടാവാം, നിർബന്ധമില്ല. ഇത് മിക്കവാറും ഒരു പൊളിറ്റിക്കൽ റീസൺസിനാണ് അവർ അപ്പോയിന്റ് ചെയ്യാറ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണ്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോർട്ട്ഫോളിയോസ് ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഹോം മിനിസ്റ്റർ, ഡിഫൻസ് മിനിസ്റ്റർ, ഫിനാൻസ്, എക്സ്റ്റേണൽ അഫയേഴ്സ്, ഇത്തരത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് ഹോൾഡ് ചെയ്യുന്നവരായിരിക്കും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. ഇവരായിരിക്കും എന്ത്? ക്യാബിനറ്റിന്റെ അംഗങ്ങൾ. അപ്പോൾ ഗവേണിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഏറ്റവും അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിസിഷൻ എടുക്കുന്ന ആരായിരിക്കും? ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ ക്യാബിനറ്റ് മീറ്റിംഗിലായിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ എൻ്റയർ സെൻട്രൽ ഗവൺമെന്റ് ഫങ്ഷനിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ 8 to 10 പീപ്പിൾ അടങ്ങുന്ന ക്യാബിനറ്റ് ആയിരിക്കും. ഇനി അടുത്തത് വരുന്നത് എന്താണ്? മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. 2 തരത്തിലുണ്ടാവാം. മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റിന് വേണമെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ചാർജ് കൊടുക്കാം, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? ഏതെങ്കിലും മിനിസ്ട്രിയോ ഡിപ്പാർട്ട്മെന്റിന്റെയോ ഭാഗമായിട്ട് അദ്ദേഹത്തിന് അറ്റാച്ച് ചെയ്യാനായിട്ട് കഴിയും. ഇനി ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിന് അറ്റാച്ച് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ചാർജ് കൊടുക്കുകയാണെങ്കിൽ പോലും അദ്ദേഹം ക്യാബിനറ്റിന്റെ ഭാഗമല്ല. ഇനി വേണമെങ്കിൽ അദ്ദേഹത്തിന് സ്പെഷ്യൽ പെർമിഷനോടുകൂടി അല്ലെങ്കിൽ സ്പെഷ്യൽ ഒരു ഒക്കേഷൻ ഉണ്ട്, ഇന്ന കാര്യത്തിൽ ആ മിനിസ്റ്ററിന്റെ ഇൻവോൾവ്മെന്റ് കൂടി വേണമെന്ന് ക്യാബിനറ്റിൽ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ക്യാബിനറ്റ് മീറ്റിംഗിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് കഴിയും. ഇനി ഇൻഡിപെൻഡന്റ് ആയിട്ടാണെങ്കിലും അല്ലാതെ ഏതെങ്കിലും ഒരു മിനിസ്റ്റീരിയലിനോട് കൂടി അറ്റാച്ച് ചെയ്തിട്ടാണെങ്കിൽ കൂടിയും
അദ്ദേഹം സൂപ്പർവിഷൻ ആൻഡ് ഗൈഡൻസിലായിരിക്കും വർക്ക് ചെയ്യുക ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ. അപ്പോൾ ഒരു ഓവറോൾ ചാർജ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ കയ്യിൽ തന്നെയായിരിക്കും. ഇനി തേർഡ് വൺ വരുന്നത് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് ആണ്. അവർക്ക് ഒരു തരത്തിലുള്ള ഇൻഡിപെൻഡന്റ് ചാർജുകളും ഇല്ല. അവർ ഓൾവേസ് അറ്റാച്ച് ടു എ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരിക്കും. ഇവരെ ഒരു കാരണവശാലും ക്യാബിനറ്റ് മീറ്റിംഗിലേക്ക് വിളിക്കാറില്ല. അപ്പൊ 3 തരത്തിലാണുള്ളത്: ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആരാണ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് ഹോൾഡ് ചെയ്യുന്നത് അവരാണ് ക്യാബിനറ്റ് മീറ്റിംഗിൽ വരുന്നത്. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണെങ്കിലോ ഇൻഡിപെൻഡന്റ് ആയിരിക്കാം, അറ്റാച്ച് ടു ഓഫീസ് ആയിരിക്കാം. യൂഷ്വലി ഇവർ ക്യാബിനറ്റ് മീറ്റിംഗിൽ വരാറില്ല, അല്ലെങ്കിൽ ഇവരെ വിളിക്കാറില്ല. പക്ഷെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻസോ ഏതെങ്കിലും സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസോ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇവരെ മീറ്റിംഗിനായിട്ട് വിളിക്കാം. ഇനി തേർഡ് വൺ ഈസ് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്. അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഓഫീസുകൾ കൊടുക്കാറില്ല, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് ഇല്ല. അവർ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ ക്യാബിനറ്റ് മീറ്റിംഗിന്റെ അംഗങ്ങളും ആവാറില്ല. ഇനി ഈ ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങളും അതിന്റെ ആൻസേഴ്സും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ പ്രൊവിഷൻ ഇൻ 5th and 6th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർ മെയ്ഡ് ഇൻ ഓർഡർ ടു ഫസ്റ്റ് വൺ പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്, ഡിറ്റർമൈൻ ദ ബൗണ്ടറീസ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്, third one determine the powers, authority and responsibility of the panchayat, fourth one protect the interest of all border state. എന്താണ് 5th ഷെഡ്യൂൾ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലെ. ഷെഡ്യൂൾഡ് ട്രൈബ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ഏരിയാസ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് എന്ത് 5th ഷെഡ്യൂളിനോട്. അപ്പോൾ ആൻസർ എന്താണ്? എ. എന്തിനാണ് അപ്പൊ 5th ഷെഡ്യൂൾ ഉണ്ടായിരിക്കുന്നത്? പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഷെഡ്യൂൾഡ് ട്രൈബ്. അതിനാണ് 5th ഷെഡ്യൂളിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഇമ്പോർട്ടൻസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. The Parliament of India can place any particular law in 9th schedule of the Constitution of India. Second statement: the validity of a law placed in the 9th schedule cannot be examined by any courts and no judgments can be made on it. അപ്പൊ എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? 9th ഷെഡ്യൂളിന്റെ അകത്തേക്ക് വേണമെങ്കിൽ പാർലമെന്റിന് ഒരു നിയമം ആഡ് ചെയ്യാനായിട്ട് കഴിയും. ഞാൻ എന്താ പറഞ്ഞത്? ലാൻഡ് റിലേറ്റഡ് ആയിട്ടോ ലാൻഡ് റിഫോംസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ സമന്താരി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നോ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു നിയമങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് പണ്ട് കാലങ്ങളിൽ അത്തരത്തിൽ നിയമങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വേണമെങ്കിലും എന്താണ്, പാർലമെന്റിന് ഒരു ലോ പാസ്സാക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ 9th ഷെഡ്യൂളിലേക്ക് ആഡ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? അത് ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു. അങ്ങനെയാണോ? അല്ല. ജുഡീഷ്യൽ റിവ്യൂ ഒന്നും ഇപ്പൊ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ജുഡീഷ്യൽ റിവ്യൂ എപ്പോഴായിരുന്നു? കേശവാനന്ദ ഭാരതി കേസ് ജഡ്ജ്മെന്റ് കഴിഞ്ഞുള്ള ഏത് നിയമവും അല്ലെങ്കിൽ അതിനുശേഷം 9th ഷെഡ്യൂളിലേക്ക് ആഡ് ചെയ്യപ്പെട്ട ഏത് നിയമവും എന്ത് ചെയ്യാം? ജുഡീഷ്യൽ റിവ്യൂവിന് ബാധകമാണ്. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഇനി 9th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ പ്രൈം മിനിസ്റ്റർഷിപ്പ് ഓഫ്, ഞാൻ പറഞ്ഞു ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആണ് എന്ത് 9th ഷെഡ്യൂൾ ആഡ് ചെയ്യപ്പെടുന്നത്. ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആരുടെ പ്രൈം മിനിസ്റ്റർഷിപ്പിന്റെ അടിയിലാണ്? ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: അണ്ടർ വിച്ച് ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ക്യാൻ ദ ട്രാൻസ്ഫർ ഓഫ് ട്രൈബൽ ലാൻഡ് ടു പ്രൈവറ്റ് പാർട്ടീസ് ഫോർ മൈനിങ് ബി ഡിക്ലെയർഡ് നൾ ആൻഡ് വോയിഡ്? അപ്പൊ ഷെഡ്യൂൾഡ് ഏരിയാസിൽ മൈനിങ് നടത്താനുള്ള അനുമതി കൊടുത്തത് വേണമെങ്കിൽ നൾ ആൻഡ് വോയിഡ് ആക്കുന്നത് ഏത് ഷെഡ്യൂൾ? 3rd ഷെഡ്യൂൾ, 5th ഷെഡ്യൂൾ, 9th ഷെഡ്യൂൾ, 12th ഷെഡ്യൂൾ. 3rd ഷെഡ്യൂളിൽ എന്തായിരുന്നു? അഫർമേഷൻസ് ആണല്ലേ, ഓത്ത് ആൻഡ് അഫർമേഷൻ. 5th ഷെഡ്യൂൾ എന്താ? ഷെഡ്യൂൾഡ് ഏരിയാസ്. 9th ഷെഡ്യൂൾ ലാൻഡ് റിഫോം റിലേറ്റ് ചെയ്യുന്ന ലോസ്. 12th ഷെഡ്യൂൾ എന്താണ്? മുനിസിപ്പാലിറ്റീസ്. ഇതിൽ ഏത് ഷെഡ്യൂളാണ് വരുന്നത്? 5th ഷെഡ്യൂൾ ആണ്. 5th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത്? ട്രൈബൽ ഏരിയാസിലുള്ള ലാൻഡ് വേണമെങ്കിൽ മൈനിങ്ങിന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നൾ ആൻഡ് വോയിഡ് ആക്കാനുള്ള അധികാരമുള്ളത് 5th ഷെഡ്യൂളിന്റെ അകത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഏതെങ്കിലും ഒരു ഏരിയ 5th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ അകത്തേക്ക് കൊണ്ടുവന്നാൽ which of the statement best reflect the consequence of it? First one: this would prevent the transfer of land to tribal people to non-tribal people. Second statement: this would create a local self-governing body in that area. Third one: this would convert that land into a union territory. Next one: the state having such areas should be declared by the special category states. എന്താണ് 5th ഷെഡ്യൂൾഡ് ഏരിയ? ഷെഡ്യൂൾഡ് ട്രൈബിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഷെഡ്യൂളാണ് ഷെഡ്യൂൾഡ് ട്രൈബ്, ഷെഡ്യൂൾഡ് 5. അപ്പൊ ഷെഡ്യൂൾ 5ന്റെ അകത്ത് എന്താണ് പറയുന്നത്? ഷെഡ്യൂൾഡ് ഏരിയാസോ ഷെഡ്യൂൾഡ് ട്രൈബിന്റെ പ്രൊട്ടക്ഷനോ വേണ്ടിയിട്ട്. അപ്പൊ അത്തരത്തില് ഏതെങ്കിലും ഒരു ഏരിയന് ഷെഡ്യൂൾ 5ന്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പറ്റുക? ഇറ്റ് വുഡ് പ്രിവെന്റ് ദ ട്രാൻസ്ഫർ ഓഫ് ലാൻഡ് ഫ്രം ട്രൈബൽ പീപ്പിൾ ടു നോൺ ട്രൈബൽ പീപ്പിൾ. ഇതാണ് എന്ത്? ഷെഡ്യൂൾ 5ന്റെ അകത്ത് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: the power of municipality is given under part 9A of the constitution. 3 സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്: the emergency provision are given in part 18 of the constitution.
The provision relating to amendment of the constitution are given in part 20 of the constitution. Which of the following statement are correct? 1 and 2, 2 and 3, 1 and 3, 1, 2 and 3. നമുക്ക് നോക്കാം. എമർജൻസി പ്രൊവിഷൻ എന്താണ്? എമർജൻസി പ്രൊവിഷൻ പറയുന്നത് പാർട്ട് 18ലാണ്. ഞാൻ പറഞ്ഞിരുന്നു കൃത്യമായിട്ട് നോട്ട് ചെയ്യണമെന്ന്. ഇനി പവർ ഓഫ് മുനിസിപ്പാലിറ്റി പാർട്ട് 9A. പാർട്ട് 9 എന്തായിരുന്നു? പഞ്ചായത്ത്. പാർട്ട് 9A is municipality. Part 9B is cooperative society. So part 9A deals with the powers of the municipality. Emergency provision is part 18. ഇനി അടുത്തത് എന്താണ്? അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പാർട്ട് 20 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത്? അമെൻമെന്റിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 368. അപ്പൊ അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? പാർട്ട് 20. സോ ഓൾ ദ 3 സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷെഡ്യൂളുകൾ നോക്കുക, സ്പെസിഫിക്കലി റിക്കറിംഗ് ആയിട്ടുള്ള പാർട്ടുകളെ കുറിച്ച് നോക്കുക, മിനിസ്റ്റീരിയൽ പൊസിഷനെ കുറിച്ച് നോക്കുക. ഓക്കെ, ഐ ഹോപ്പ് യു എൻജോയ് ദ ക്ലാസ്. താങ്ക് യു.